UDFിന്റെ ഷുവർ സീറ്റുകൾ ഏതൊക്കെയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായും UDF പറഞ്ഞിരുന്നത് 20-20 എന്നാണ്. പോളിംഗ് കഴിഞ്ഞപ്പോൾ UDF എന്ത് പറയുന്നു? UDF ഇപ്പോഴും ഈ 20-20 എന്ന ആ ഒരു വാദത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ 20-20 തന്നെ കിട്ടുമെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് UDFിന്റെ ക്യാമ്പ് ഇപ്പോഴും വ്യക്തമായി മനസ്സ് തുറക്കുന്നില്ല എന്നർത്ഥം. പക്ഷെ അവർ ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്: കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മിക്ക മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം LDFിൽ നിന്ന്, ഒപ്പം NDAയിൽ നിന്ന് 2 മണ്ഡലങ്ങളിലും നേരിടേണ്ടി വന്നു എന്ന കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അനൌദ്യോഗികമായുള്ള സ്ഥിരീകരണമാണിത്. അതേസമയം 6 സീറ്റുകളാണ് ഇപ്പോൾ UDF ക്യാമ്പ് ഉറപ്പിക്കുന്നത്. ഒരു സംശയവുമില്ലാതെ 6 സീറ്റുകൾ അവർ എഴുതി വച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അത് ആ 6 സീറ്റുകൾ ഏതൊക്കെയാണ്? നമുക്ക് ഊഹിക്കാവുന്ന സീറ്റുകളേ ഉള്ളൂ. അതൊന്ന് വയനാടാണ്, 2 കൊല്ലമാണ്, 3 എറണാകുളമാണ്, 4 ഇടുക്കിയാണ്, പിന്നെ ലീഗിന്റെ 2 സീറ്റുകൾ മലപ്പുറവും പൊന്നാനിയുമാണ്. അങ്ങനെ 6 സീറ്റുകൾ ഉറപ്പിക്കുന്നു UDF എന്ന് അവരുടെ ക്യാമ്പ് അനൌദ്യോഗികമായി അറിയിക്കുന്നു. അതേസമയം തന്നെ 16 മുതൽ 18 വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട്. അതിൽ തിരുവനന്തപുരം മുതൽ ഉള്ള പ്രതീക്ഷയുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരം മണ്ഡലവും കാസർഗോഡ് മണ്ഡലവും അടക്കമുള്ള മണ്ഡലങ്ങളിൽ ജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങൾക്ക് ഉള്ളത്. ഇപ്പൊ ശശി തരൂര് അവിടെ തെരഞ്ഞെടുക്കപ്പെടും, അവസാന റൗണ്ടിൽ തെരഞ്ഞെടുക്കപ്പെടും എന്ന് UDF കണക്ക് കൂട്ടുന്നതിന്റെ പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ 4 മണിക്ക് ശേഷം കോസ്റ്റൽ ബെൽറ്റിൽ ഉണ്ടായ വലിയ പോളിംഗ് ആണ്, അല്ലെങ്കിൽ കോസ്റ്റൽ ബൂത്തുകളിൽ ഉണ്ടായ വലിയ നിരയാണ്. 4 മണി മുതൽ നമുക്കറിയാം ഏതാണ്ട് 8 മണി വരെ നീണ്ട ആ പോളിംഗ് കൃത്യമായ ഒരു സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് UDF വിശ്വസിക്കുന്നു. അത് UDFിന് അനുകൂലമാണ് എന്ന് കരുതുന്നു. പക്ഷേ അതിനപ്പുറത്ത് അത് പന്ന്യൻ രവീന്ദ്രന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിട്ടാണോ വരുന്നത് എങ്കിൽ അവരിൽ ആരും ജയിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട് എന്നൊരു ആശങ്കയും UDFിനുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ഇതൊക്കെ പറയുമ്പോഴും ഈ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് ചില ബൂത്തുകളിൽ ശശി തരൂരിന് ബൂത്ത് ഏജന്റുമാർ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷെ ബൂത്ത് ഏജന്റുമാർ ഉള്ളത് കൊണ്ടാണോ ശശി തരൂർ ഇത്രകാലം ജയിച്ചത് എന്നൊരു സംശയമൊക്കെ ബാക്കിയുണ്ട്. അദ്ദേഹം ആദ്യം മത്സരിക്കുമ്പോൾ 1,00,000-ന് 2 വോട്ടിന്റെ കുറവ്, അവസാനം മത്സരിക്കുമ്പോൾ 1,00,000-ന് 12 വോട്ടിന്റെ കുറവ്. അപ്പോൾ ആ നിലയ്ക്ക് ലക്ഷം തൊടുന്ന ഭൂരിപക്ഷം സ്വാഭാവികമായും ആ വോട്ട് മല കടന്നു വേണം BJPക്കോ അല്ലെങ്കിൽ LDFിനോ അവിടെ ശശി തരൂരിനെ വീഴ്ത്താൻ. അതുകൊണ്ട് ശശി തരൂരിന്റെ സീറ്റ് തിരുവനന്തപുരത്ത് സുരക്ഷിതമാണ് എന്ന് UDF കണക്ക് കൂട്ടുന്നു. തിരുവനന്തപുരം മുതൽ അവർ അങ്ങനെ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ആറ്റിങ്ങലേക്ക് വരുമ്പോൾ വളരെ ശക്തനായി ജോയി മത്സരിക്കുന്നുണ്ട്, അവിടെ മത്സരം നടന്നു എന്നൊക്കെ UDF ക്യാമ്പ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് ഈ മലയോര മണ്ഡലങ്ങളിൽ, അതായത് ഈ അരുവിക്കര, കാട്ടാക്കട, വാമനപുരം ഏരിയകളിൽ അവിടെ അടൂർ പ്രകാശിന് കൂടുതൽ വോട്ട് നേടാൻ കഴിയും. ഒരു പക്ഷേ മറ്റ് 3 മണ്ഡലങ്ങളിൽ, അതായത് നമ്മുടെ ആറ്റിങ്ങലും വർക്കലയും ചിറയൻകീഴുമൊക്കെ വലിയ ലീഡ് സ്വാഭാവികമായും ജോയി നേടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്നാൽ ഈ മലയോര മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ ഈ കിട്ടുന്ന ഭൂരിപക്ഷം അവിടെ അടൂർ പ്രകാശിന് മറികടക്കാൻ കഴിയുമല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ. അതുകൊണ്ട് ആറ്റിങ്ങലും അവർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കൊല്ലത്ത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ഒരു വലിയ മത്സരം നടന്നതായി പോലും UDF സമ്മതിക്കുന്നില്ല. അവിടെ കൃത്യമായും പ്രേമചന്ദ്രൻ തന്നെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത അവർ കാണുന്നു. കാരണം പ്രത്യേകിച്ചും ഈ മുകേഷ് ഒരു സ്ഥാനാർത്ഥിയായി വന്നു. മുകേഷും ബിന്ദു കൃഷ്ണയും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴുള്ള ചിത്രം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുർബലനാണ് സ്ഥാനാർത്ഥി എന്ന് UDF കണക്ക് കൂട്ടുന്നുണ്ട്, LDFിന്റെ സ്ഥാനാർത്ഥി. പിന്നെ കൃഷ്ണകുമാർ കൂടി BJPയുടെ സ്ഥാനാർത്ഥിയായി ചിത്രത്തിലേക്ക് വന്നതോടുകൂടി മുകേഷ് കുറച്ചുകൂടി മങ്ങി എന്നും അവർ കരുതുന്നുണ്ട്. അങ്ങനെ കൊല്ലം അവർ ഉറപ്പിച്ച ഒരു സീറ്റാണ്. അവിടെ നിന്ന് നമുക്ക് പത്തനംതിട്ടയിലേക്ക് വന്നാൽ, പത്തനംതിട്ടയിലും വലിയ മത്സരം നടന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്, സമ്മതിക്കുന്നുമുണ്ട്. പക്ഷേ ആന്റണിക്ക് അവിടെ വീണ്ടും ജയിക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നു 4ാം അംഗമാണ്. ആ അംഗം ജയിച്ച് കയറും ആന്റണി എന്നുള്ള പ്രതീക്ഷ പത്തനംതിട്ടയിലും കോൺഗ്രസ് വച്ചു പുലർത്തുന്നു. പക്ഷെ അവിടെ മത്സരം നേരിട്ടു എന്നവർ സമ്മതിക്കുന്നുമുണ്ട്. മാവേലിക്കരയിലേക്ക് വരുമ്പോഴാണ് അവിടെ അതിശക്തമായ ഒരു മത്സരം നേരിട്ടു എന്ന് UDFിന് സമ്മതിക്കേണ്ടി വരുന്നത്. CA അരുൺകുമാർ എന്ന ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി ഇറങ്ങുമ്പോൾ തുടർച്ചയായി 3 തവണ അവിടെ MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷിന് അടി പതറുമോ എന്നൊരു സംശയം സ്വാഭാവികമായും UDF ക്യാമ്പിലുണ്ട്. അവിടെ കടുത്ത മത്സരം നേരിടേണ്ടി വന്നു എന്ന് UDF സമ്മതിക്കുന്നുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ ആലപ്പുഴയിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ KC വേണുഗോപാൽ അവർക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് നിർത്തിയത്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറുമാകുന്നുണ്ട്. കാരണം
ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ മത്സരിച്ച് 2,48,000-ലധികം വോട്ടുകൾ നേടിയിരുന്നു. ആ നിലയ്ക്കുള്ളൊരു വലിയ വോട്ട് ഷെയർ അവിടെ ശോഭാ സുരേന്ദ്രൻ ഒരു വോട്ട് ഷെയർ ഉണ്ടാക്കും. ആ വോട്ട് ഷെയർ പ്രത്യേകിച്ചും കുറച്ച് വിവാദങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് മുൻപ്, വോട്ടെടുപ്പിന് മുമ്പ് തന്നെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ തുടരുകയുമാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ ആരെയാണ് വിജയിപ്പിക്കുക എന്ന ഒരു ചോദ്യം അവിടെ KC വേണുഗോപാൽ ജയിച്ചു വരാനുള്ളൊരു സാധ്യത തന്നെയാണ് UDF കാണുന്നത്. കോട്ടയത്തേക്ക് വരുമ്പോൾ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തോമസ് ചാഴിക്കാടനേക്കാൾ മികച്ച ഒരു വ്യക്തിപ്രഭാവം ഉള്ളയാളാണ് എന്ന് UDF കണക്ക് കൂട്ടുന്നു. അവിടെ ചാഴിക്കാടനും ഈ പറഞ്ഞതുപോലെ ചാഴിക്കാടന് എതിരായ ഒരു വികാരവും അദ്ദേഹം MP ആയിരുന്നു കൊണ്ട് പല കാര്യങ്ങളും ചെയ്തില്ല എന്നൊക്കെയുള്ള വികാരങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലും പിന്നെ മുന്നണി മാറ്റം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് ജോർജിന് അവിടെ നിന്ന് വിജയിക്കാൻ കഴിയും എന്നും കോൺഗ്രസ് UDF കണക്ക് കൂട്ടുന്നു. പിന്നെ എറണാകുളത്തേക്ക് വരുമ്പോൾ നമുക്കറിയാമല്ലോ, എറണാകുളത്ത് പ്രത്യേകിച്ച് ഒരു അട്ടിമറി കോൺഗ്രസ് ക്യാമ്പ് സമ്മതിച്ചു തരില്ല. അവിടെ ഒരു അട്ടിമറി KJ ഷൈന് ഒരു അട്ടിമറി നടത്താൻ കഴിയും എന്ന് സമ്മതിച്ചു തരില്ല. ഡോക്ടർ KS രാധാകൃഷ്ണനും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ പാലക്കാട് C കൃഷ്ണകുമാറോ അങ്ങനെ ഇപ്പോൾ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറോ പോലെ അവരൊക്കെ പിടിക്കുന്ന വോട്ട് ഷെയർ പോലെ ഒരു വോട്ട് ഷെയറിലേക്ക് ഡോക്ടർ KS രാധാകൃഷ്ണനും എത്തുമെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈബി ഈഡൻ എറണാകുളത്ത് കൃത്യമായും ജയിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അവിടെ നിന്ന് ചാലക്കുടിയിലേക്ക് വരുമ്പോൾ ചാലക്കുടിയിൽ ശക്തമായ മത്സരം നേരിട്ടു എന്ന് UDF സമ്മതിക്കുന്നുണ്ട്. സ്വാഭാവികമായും C രവീന്ദ്രനാഥ് അതിശക്തനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ബെന്നി ബെഹനാന് വലിയ വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചാലക്കുടിയിൽ മത്സരം കടുത്തതാണെന്ന് സമ്മതിക്കുന്നു. അപ്പോഴും അവിടെയും ഒരു തരംഗ സാധ്യതയൊക്കെ നിലനിൽക്കുന്നുവെന്ന് UDF കണക്ക് കൂട്ടുന്നതുകൊണ്ട് ചാലക്കുടിയും വിജയിക്കാമെന്നാണ് UDFന്റെ പ്രതീക്ഷ. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ ഈ ശക്തമായ ത്രികോണ മത്സരത്തിൽ ജയിക്കാൻ പറ്റുമോ എന്നൊരു ചെറിയ സംശയം അവർക്കുണ്ട്. കാരണം ഈ സുരേഷ് ഗോപിയും VS സുനിൽകുമാറും കൂടി നിൽക്കുമ്പോൾ അവസാന റൗണ്ട് എന്ന് പറയാൻ കഴിയില്ല, ചിലപ്പോൾ ഒരു റൗണ്ട് പിന്നിട്ടിട്ടെങ്കിലും വളരെ അപ്രതീക്ഷിതമായി എത്തിയ K മുരളീധരന് അവിടെ ഒരു വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ UDF ക്യാമ്പ് അത് അങ്ങനെ അത്ര ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത സീറ്റുകളിൽ ഒന്നാണ് തൃശ്ശൂർ എന്ന് UDF ക്യാമ്പ് സമ്മതിക്കുന്നുണ്ട്. ഇനി ആലത്തൂരേക്ക് വരുമ്പോൾ ആലത്തൂര് വലിയ സംശയം UDF ക്യാമ്പ് പറയുന്നൊരു മണ്ഡലമാണ്. കാര്യം രമ്യ ഹരിദാസൻ ഒരു MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷമായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഉള്ള ആക്ഷേപം അത് പരോക്ഷമായെങ്കിലും UDF സമ്മതിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങളിലെങ്കിലും അത് നമുക്ക് മനസ്സിലാകും. അവിടെ ഒരു ചെറിയ സംശയമുണ്ട്. കാരണം K രാധാകൃഷ്ണനെ പോലെ ഒരു അത്രയും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിച്ച് ഈ കഴിഞ്ഞ തവണത്തെ വലിയ വോട്ടുമലയൊക്കെ ഉണ്ടെങ്കിലും, വോട്ടുമലയെന്നോ ഒക്കെ നമുക്ക് പർവ്വതമെന്നോ ഒക്കെ നമുക്ക് വിളിക്കാവുന്ന 1,58,000 വോട്ടിന്റെ ലീഡ് അവിടെ കിടപ്പുണ്ടെങ്കിലും അത് K രാധാകൃഷ്ണൻ വന്ന് നിൽക്കുമ്പോൾ വലിയ വെല്ലുവിളി അവിടെ ആലത്തൂരിൽ നേരിടേണ്ടി വന്നു എന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. അവിടെ അവർക്ക് നേരിയ സംശയമുണ്ട്. 20-20 പറയുമ്പോഴും അവർ സംശയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്ന് ആലത്തൂരാണ്. അവിടെ നിന്ന് പാലക്കാടേക്ക് വരുമ്പോൾ പാലക്കാടും VK ശ്രീകണ്ഠൻ ശക്തമായ മത്സരം നേരിട്ടു A വിജയരാഘവനിൽ നിന്ന് എന്ന് തന്നെയാണ് കണക്ക് കൂട്ടൽ UDF ക്യാമ്പിന്റെ. അവിടെയും ചിലപ്പോൾ കടന്നുകൂടിയേക്കാം എന്നൊരു പ്രതീക്ഷ വയ്ക്കുന്നു. ശ്രീകണ്ഠൻ ചിലപ്പോൾ കടന്നുകൂടിയേക്കാം എന്നൊരു പ്രതീക്ഷ വയ്ക്കുന്നു. പക്ഷെ അത് ഉറപ്പിക്കുന്നില്ല. അത് അവരുടെ ഷുവർ സീറ്റായി കോൺഗ്രസ് അല്ലെങ്കിൽ UDF അനൗദ്യോഗികമായി കണക്ക് കൂട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെ നിന്ന് ഇനി നമുക്ക് ബാക്കി 2 മണ്ഡലങ്ങൾ മലപ്പുറവും പൊന്നാനിയും, ആ 2 മണ്ഡലങ്ങളിലും മത്സരമൊക്കെ നടന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ UDFന്റെ സ്ഥാനാർത്ഥികൾ, ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ET മുഹമ്മദ് ബഷീറും സമദാനിയും വിജയിച്ച് ലോക്സഭയിലേക്ക് പോകും എന്ന് തന്നെയാണ് കൃത്യമായും വിശ്വാസം UDF ക്യാമ്പിന്റെ. കോഴിക്കോടേക്ക് വരുമ്പോൾ കോഴിക്കോടും ശക്തമായ മത്സരം നടന്നു എന്നവർ കരുതുന്നു. എളമരം കരീം അങ്ങനെ MK രാഘവന് ശക്തനായ ഒരു എതിരാളി തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഏതാണ്ട് വിജയം ഉറപ്പാണ് എന്ന നിലയിലാണ് UDF ക്യാമ്പിൽ നിന്നുള്ള പ്രതികരണങ്ങൾ. കോഴിക്കോട് നമ്മൾ ഇപ്രാവശ്യവും ജയിക്കും, രാഘവേട്ടൻ തന്നെ എന്നുള്ള നിലയിൽ കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതീക്ഷ പോകുന്നു. കണ്ണൂരേക്ക് പോകുമ്പോൾ കണ്ണൂരും ശക്തമായ മത്സരം തന്നെ MV ജയരാജൻ കാഴ്ചവെച്ചു. എങ്കിലും KPCC പ്രസിഡന്റ് കൂടിയായ K സുധാകരന് അവിടെ നിന്ന് വിജയിച്ച് പോകാൻ കഴിയും. ചെറിയ വ്യത്യാസത്തിലെങ്കിലും, കഴിഞ്ഞ തവണത്തെ 93,000 ഒന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ വ്യത്യാസത്തിലെങ്കിലും കണ്ണൂരും പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കോൺഗ്രസ് പങ്കുവയ്ക്കുന്നത്. അവിടെയും പക്ഷേ മത്സരം ശക്തമായിരുന്നു, മത്സരം നേരിട്ടു എന്നവർ സമ്മതിക്കുന്നുണ്ട്. വയനാടേക്ക് പോകുമ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. വയനാട് രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ ലീഡ് കൂട്ടുമോ എന്ന സംശയം മാത്രമാണ് അവർക്ക് മുൻപിലുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഭാവം കേരളത്തിൽ മറ്റ് പല മണ്ഡലങ്ങളിലും അവർക്ക് അനുകൂലമായി
പ്രതിഫലിക്കുമെന്നും ഒക്കെ അവർ കണക്ക് കൂട്ടുന്നു. അങ്ങനെ ഒരു വലിയ പ്രതീക്ഷ അവിടെ. പിന്നെ എനിക്ക് തോന്നുന്നു ആനി രാജ വിജയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥിയും തോൽക്കുമെന്ന് പറയില്ലല്ലോ. തോൽക്കാൻ വേണ്ടി ആരും മത്സരിക്കുക, അല്ലെങ്കിൽ തോൽവി ഉറപ്പിച്ച മത്സരിക്കുന്നവർ പോലും ജയിക്കുമെന്നേ പറയൂ. അപ്പോൾ ആനി രാജയ്ക്ക് അവിടെ ഒരു വലിയ സാധ്യത ആരും കൽപ്പിക്കുന്നില്ല. മറ്റ് ഇപ്പോൾ കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അവിടെ ഇറങ്ങിയെങ്കിലും വലിയ ചലനമൊന്നും കെ സുരേന്ദ്രൻ അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് BJPക്കാർ പോലും അങ്ങ് ശക്തമായി വാദിക്കില്ല. അവരിപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും പ്രതീക്ഷ പറയുന്ന സീറ്റുകൾ തൃശ്ശൂരും പിന്നെ തിരുവനന്തപുരത്തിന്റെ പ്രതീക്ഷ ഇപ്പോൾ വലുതായി പറയുന്നില്ല എങ്കിലും തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് പ്രധാനമായും അവർ ലക്ഷ്യം വെക്കുന്നതെന്ന് അറിയാമല്ലോ. നമുക്കിനി കാസർഗോഡേക്ക് പോയാൽ, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ വീണ്ടും വിജയിക്കും. MV ബാലകൃഷ്ണനെ പരാജയപ്പെടുത്താനുള്ള കരുത്ത് രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷം രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഒക്കെ വച്ച് കാസർഗോഡും കടന്നുകൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. ഘടകകക്ഷികളുടെ സീറ്റുകൾ ഉൾപ്പെടെ ഏതാണ്ട് 16+ ആണ് അവരുടെ ഒരു കണക്ക്. കോൺഗ്രസിന്റെ കണക്കെന്ന് പറയുന്നത് 16+ ആണ്. ചില മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നേരിട്ടു. പക്ഷേ ഇവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ ഒരു ആന്റി ഇൻകംബൻസി, സർക്കാരിനെതിരെയുള്ള ആന്റി ഇൻകംബൻസിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വച്ചിട്ട് പലതരത്തിലുള്ള സംഭവങ്ങൾ, പെൻഷൻ മുടങ്ങിയത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വച്ച് നോക്കുമ്പോൾ ഞങ്ങൾ വോട്ട് ചോദിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വോട്ട് തരുന്നൊരവസ്ഥയായിരുന്നു, ഒരു രാഷ്ട്രീയ അന്തരീക്ഷമായിരുന്നു കേരളത്തിൽ ഉള്ളത് എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരംഗ സാധ്യത, ഇനിയും പ്രവചിക്കപ്പെടാത്തൊരു തരംഗ സാധ്യതയിലാണ് UDFന്റെ പ്രതീക്ഷ ഇപ്പോഴും. ആ തരംഗം ആർക്കും കാണാൻ കഴിയുന്നില്ല എന്നവർ പറയുന്നു. അങ്ങനെ ഒരു തരംഗമുണ്ട്, പക്ഷെ ആ തരംഗം ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു തരംഗം അത് ജൂൺ 4 മാത്രം വെളിവാകുന്ന ഒരു തരംഗമായിരിക്കും. മാത്രമല്ല, ഈ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ഒക്കെ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആ ക്യാമ്പയിൻ ഈ അവസാനം ഈ പോളിംഗ് അടുത്ത്, 2ാം ഘട്ടത്തിന്റെ പോളിംഗ് അടുത്ത സമയമായപ്പോഴേക്കും ആ ക്യാമ്പയിനും ഏതാണ്ട് പൊളിഞ്ഞ അവസ്ഥയാണ്. കാരണം വീണ്ടും NDA വരും കേന്ദ്രത്തിൽ എന്നുള്ള വലിയ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. ആദ്യഘട്ടത്തിലെ പോളിംഗ് കുറഞ്ഞപ്പോൾ തന്നെ വർഗീയ പരാമർശങ്ങളുമായി നരേന്ദ്രമോദിക്കും യോഗിക്കും ഒക്കെ വരേണ്ടി വന്നത് ആ പശ്ചാത്തലത്തിലാണല്ലോ. അപ്പോൾ ആ നരേന്ദ്രമോദിയുടെ പ്രസ്താവനയൊക്കെ തൃശ്ശൂരിലടക്കം തിരുവനന്തപുരത്തടക്കം കോസ്റ്റൽ ബെൽറ്റുകളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മാത്രമല്ല ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് UDFന്റെ കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വന്നിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിട്ട് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മൈൻഡ് ചെയ്ത പോലുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അദ്ദേഹം കൂട്ടാക്കിയില്ല കാണാൻ. അപ്പോൾ ലത്തീൻ സമുദായം അല്ലെങ്കിൽ ലാറ്റിൻ കാത്തലിക്സിന്റെ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അവിടെ തരൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് തന്നെയാണ്. അവിടെയെങ്ങും ഒരു വിള്ളലും വീണിട്ടില്ല. അവരൊക്കെ വൈകിട്ട് 4 മണിക്ക് ശേഷം വരുന്നിന്ന് ആ വളരെ വളരെ കൃത്യമായി തരൂർ അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ള പ്രതീക്ഷയൊക്കെയാണ് UDF ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. മൊത്തത്തിൽ അങ്ങനെ കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു തരംഗം അലയടിക്കുന്നു എന്ന് വേണമെങ്കിൽ 2020 20 അടിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും UDF ക്യാമ്പ് വച്ച് പുലർത്തുന്നത്. ഏതായാലും ജൂൺ 4 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അണ്ടർ കറന്റ് എങ്ങനെയാണ് അടിച്ചത്, ലാൻഡ് സ്ലൈഡ് ഉണ്ടോ, ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയിലേക്ക് കോൺഗ്രസ് UDF പോകുമോ എന്നൊക്കെ അറിയാൻ. ഏറ്റവും സെൻസിറ്റീവായ മത്സരം നടന്ന ഒരു മണ്ഡലം നമ്മൾ വിട്ടുപോയി, വടകര മണ്ഡലമാണത്. അവിടെ ഏതാണ്ട് UDF, ഏതാണ്ടല്ല വലിയ ഭൂരിപക്ഷത്തിൽ UDF വിജയം ഉറപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. ഷാഫി പറമ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ടീച്ചറെ തോൽപ്പിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും. പ്രത്യേകിച്ചും ഈ വോട്ടെടുപ്പിന് ശേഷമുള്ള LDFന്റെ പ്രതികരണങ്ങൾ തന്നെ ആ നിലയ്ക്ക് അവരുടെ പരാജയം സമ്മതിക്കലാണ് എന്ന് UDF ആവർത്തിച്ചു പറയുന്നു. നമുക്കറിയാമല്ലോ, രാത്രി 11:45 വരെ നീണ്ട പോളിംഗ് ആണ്. അത്രയും വാശിയേറിയ പോളിംഗ് നടന്ന വടകരയിൽ എന്തുകൊണ്ടും അവിടെ വലിയ ഒരു മാർജിനിൽ ജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് UDF വച്ചു പുലർത്തുന്നത്. അപ്പോൾ ഇതെല്ലാം അറിയാൻ നമുക്ക് ജൂൺ 4 വരെ കാത്തിരിക്കാം ആകാംക്ഷയോടെ.